ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള വായ്പാ പദ്ധതികളാണ്. അതായത് സർക്കാർ തലത്തിൽ സർക്കാർ സഹായത്തോടുകൂടി പ്രവാസികൾക്ക് വേണ്ടി നൽകുന്ന വായ്പാ പദ്ധതികളെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള വായ്പാ പദ്ധതികൾക്ക് പ്രവാസികൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരിച്ച് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ, അതായത് കേരളത്തിൽ വന്നിട്ട് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ സഹായ പദ്ധതി, അതായത് വായ്പാ പദ്ധതി സർക്കാർ തലത്തിൽ നൽകുന്നത്. കുറേ കാലം പ്രവാസിയായിരുന്നു, നാട്ടിൽ വന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് കരുതുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഒരു സഹായ പദ്ധതി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള വായ്പാ പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറും നടപ്പിലാക്കുന്നത് നോർക്ക റൂട്ട്സ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അപേക്ഷിക്കുന്ന വ്യക്തികൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അദ്ദേഹം കേരളത്തിലുള്ള വ്യക്തിയായിരിക്കണം. രണ്ടാമത്, നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മൂന്നാമത്, ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും കേരളത്തിന് വെളിയിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അപേക്ഷിക്കുവാൻ യോഗ്യരായിട്ടുള്ളത്. പ്രവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാകാം ഇതെങ്ങനെയാണെന്നുള്ളത്. മിക്കവാറും എല്ലാ പ്രവാസികളും അവിടെ ജോലി ചെയ്തതിന് ശേഷം അത് കിട്ടുന്ന പണം അവർ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ബാങ്ക് മുഖേന അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ബാങ്കിലെത്തുന്നു. ഗവൺമെൻറ്റിന് ഈ പണം എടുത്ത് പല പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് വളരെ ചിലവ് കുറച്ച് ഗവൺമെൻറ്റിന് പണം ലഭിക്കും. അതുപോലെ പലിശ വളരെ തുച്ഛമായിട്ട് കൊടുത്താൽ മതി. മറ്റ് ലോകബാങ്കിനെയോ അല്ലെങ്കിൽ മറ്റ് ലോക ബാങ്കുകളെ ആശ്രയിക്കേണ്ട ആവശ്യവും ഇന്ത്യക്കില്ല. പെട്ടെന്ന് തന്നെ പണമെടുത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ബാങ്കുകൾക്ക് അത് കൂടുതൽ പലിശയ്ക്ക് മറ്റ് വ്യക്തികൾക്ക് കൊടുക്കുവാനും സാധിക്കും. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പോലും ഈ പ്രവാസികളെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പ്രവാസിക്ക് നാട്ടിൽ വന്ന് പോകുന്നതിന് തന്നെ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ ഫ്ലൈറ്റ് ചാർജ് ചിലവുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിൽ വേണ്ട വിധം ഇടപെടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അതായത് ഇത്രയധികം മാൻ പവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് പോലും ഈ പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെൻറ് വേണ്ട വിധം ഇടപെടുന്നുണ്ടെന്നുള്ളത് വളരെ സംശയത്തിന് ഇട നൽകുന്നുണ്ട്. പലപ്പോഴും അത് നമ്മൾ കാണാറില്ല. എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് ലോകരാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം അടിച്ചേൽപ്പിച്ചായിരുന്നു. ഈ സമയത്ത് ഏറ്റവും ശക്തമായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നയിച്ചത് ഈ വിദേശ പണമാണ്, അതായത് പ്രവാസികൾ അയക്കുന്ന പണമായിരുന്നു. അങ്ങനെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ ഉപരോധം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഈ ഉപരോധം പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. ഇത്രയധികം പ്രാധാന്യമുള്ള മേഖലയായിട്ട് പോലും ഗവൺമെൻറ് വേണ്ട വിധം പ്രവാസികളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയത്തിന് ഇടവരുത്തുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രവാസികൾക്ക് വേണ്ടി, മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് വായ്പാ പദ്ധതിയാണ്. KSFE വഴിയാണ് നോർക്ക റൂട്ട്സ് ഈ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 9% പലിശ. കൃത്യമായിട്ട് തുക തിരികെ അടയ്ക്കുന്ന വ്യക്തികൾക്ക് പലിശ ഇനത്തിൽ 3% സബ്സിഡി ലഭിക്കും. കൂടാതെ ആകെ എടുത്ത വായ്പയുടെ 25% ഇളവും, അതായത് സബ്സിഡി ആയിട്ടും ലഭിക്കും. അതായത് സബ്സിഡി ആയിട്ട് 3% പലിശയും മൊത്തം തുകയുടെ 25% ഇളവ് ലഭിക്കും. ഇങ്ങനെ ഇളവ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരികെ അടയ്ക്കുന്നത് കൃത്യതയുണ്ടായിരിക്കണം. അല്ലാത്ത വ്യക്തികൾക്ക് ഈ ഒരു ഇളവ് കിട്ടത്തില്ല. KSFE മുഖേനയാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം മുതൽ ഈ വായ്പയ്ക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് എന്തെങ്കിലും തൊഴിൽ ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ പണം മുടക്കി എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ പ്രവാസികളായിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പ്രവാസി ഭദ്രത മൈക്രോ സ്കീം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നിങ്ങൾക്ക് അടുത്തുള്ള KSFE ഓഫീസിൽ അപേക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.